അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹറം മാസത്തിലെ താസുആ, ആശൂറ 9-10, മുഹറം 9-10 അത് മുഅക്കദായ സുന്നത്തുള്ള നോമ്പിൻ്റെ ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റമദാൻ കഴിഞ്ഞാൽ നോമ്പൊടിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാഴം കൂടി നാളെ നോമ്പ് താസുവാൻ്റെ പിടിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ നോമ്പ് കൂടി സുന്നത്തുണ്ട്. അപ്പോൾ 2 മുഅക്കദായ സുന്നത്ത് നോമ്പുള്ള ദിവസമാണ് നാളെ. അപ്പോൾ നാം നിയ്യത്ത് വെക്കുമ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരാൾക്ക് ഫർദ് നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ 3 നിയ്യത്ത് വെക്കാവുന്നതാണ്. അതായത് റമദാനിലെ ഫർദായ ഖളായ നോമ്പോടുകൂടെ താസുആൻ്റെ സുന്നത്ത് നോമ്പും അതുപോലെ തന്നെ വ്യാഴാഴ്ചൻ്റെ സുന്നത്ത് നോമ്പും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നാളെ നോറ്റ് വീടുവാൻ ഞാൻ കരുതിയെന്ന് കരുതാം. മറ്റേ ദിവസം വെള്ളിയാഴ്ച ആശൂറാൻ്റെ നോമ്പാണ്. ആ നോമ്പോട് കൂടെയും ഫർദ് നോമ്പ് കരുതാം. അപ്പോൾ കരുതുമ്പോൾ ആദ്യം ഫർദ് നോമ്പിൻ്റെ നിയ്യത്ത് വെക്കണം. അതായത് റമദാനിലെ ഫർദായ ഖളായ നോമ്പോട് കൂടെ ആശൂറാൻ്റെ സുന്നത്ത് നോമ്പും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നാളെ നോറ്റ് വിടാൻ ഞാൻ കരുതിയെന്ന് നിയ്യത്ത് വെക്കണം. അപ്പോൾ 2 നോമ്പായി. അപ്പോൾ ആശൂറാൻ്റെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് ഒരു വർഷത്തിൻ്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തിൻ്റെ ദോഷത്തിനെ പൊറുപ്പിക്കുന്ന അതിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ താസുആ, ആശൂറ ഏതായാലും നാം നോമ്പ് നോർക്കുന്നതാണ്. എന്നാൽ 11ൻ്റെ ദിവസം കൂടി ശനിയാഴ്ച കൂടി നാം നോമ്പ് നോർക്കുക. കാരണം അഷ്ഹറുൽ ഹുറും, അത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസത്തിലെ ഏത് മാസത്തിലായാലും വ്യാഴം, വെള്ളി, ശനി ഒരാൾ തുടർച്ചയായിട്ട് നോമ്പ് നോക്കുകയാണെങ്കിൽ അവനക്ക് 700 വർഷത്തിൻ്റെ ഇബാദത്ത് രേഖപ്പെടുത്തുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾ നേടാൻ വേണ്ടി ശ്രമിക്കണം. ഏതായാലും മുഹറം 9-10 നാം നോമ്പ് വെക്കും. അതോടുകൂടെ ശനിയാഴ്ച 11 കൂടി ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് അങ്ങനെ വരുന്നുണ്ട്. വ്യാഴം താസുആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വേറെ ദിവസത്തിൽ നോമ്പ് നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതും കൂടി നാം ശ്രദ്ധിച്ചാൽ 700 വർഷത്തിൻ്റെ ഇബാദത്ത് രേഖപ്പെടുത്തുന്ന ഒരു വലിയ മഹത്വം കൂടിയായി. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അശൂറ ദിവസം എന്ന് പറയുമ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സന്തോഷം നൽകിയ, അവരെ പ്രയാസങ്ങളിൽ നിന്ന് അകറ്റിയ വളരെ സന്തോഷകരമായ ദിവസമാണ് ആശൂറ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഏതുവരെ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് മഴ പെയ്ത ദിവസമാണ് ആശൂറയുടെ ദിവസം. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ അവർക്കുള്ള ദുരന്തങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതായ വലിയൊരു ചരിത്രങ്ങളുള്ളതായ ദിവസമാണ് ആശൂറാൻ്റെ ദിവസം. അന്ന് ഒരുപാട് ദിക്റുകളും ദുആയും അതുകൊണ്ട് പ്രത്യേകമായി വന്നതുണ്ട്. അതെല്ലാം നാം ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ട് നാം അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹു തആല എല്ലാ നന്മകൾക്കും സൗഭാഗ്യം നൽകട്ടെ. അല്ലാഹു തആല നമ്മളുടെ ജീവിതം അവൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.